അതെ, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നതേ ബട്ടർ ചിക്കൻ റൈസാണ് കേട്ടോ. ഇതേ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞൊപ്പിക്കാൻ ഒത്തിരി പാടാണ്. അപ്പോൾ ഇൻഗ്രീഡിയൻസേ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ബസ്മതി റൈസ് ആദ്യം നമ്മളൊന്ന് സോക്ക് ചെയ്ത് വെക്കണം ഒരു 30 മിനിറ്റ്. ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടേ തൈര്, ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചെറുനാരങ്ങയുടെ നീര്, ഓയിൽ, അതുപോലെ നല്ല ജീരകത്തിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കസൂരി മേത്തി, ആവശ്യത്തിനുള്ള ഉപ്പും ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനും കൂടെ ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റെങ്കിലും മാറ്റി വെക്കണം കേട്ടോ. ബട്ടറും ഓയിലും കൂടെ മിക്സ് ചെയ്ത് ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണേ. എന്നിട്ട് ഇതേ ചട്ടിയിലേക്ക് തന്നെ കുറച്ചുകൂടെ നമ്മൾ ഓയിലോ ബട്ടറോ ചേർത്തിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് തക്കാളി അരച്ചുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളെ ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം സവാള ഇട്ടിട്ട് അതുകൂടെ നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നമ്മൾ മാരിനേറ്റ് ചെയ്ത മസാലയുടെ ബാക്കി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ടൊമാറ്റോയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഇത് നമ്മൾ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. മിക്സിയിലിട്ടിട്ട് അരച്ച കൂട്ട് നമ്മൾ മാറ്റി വെക്കുക. ഇനി നിങ്ങൾ ഏത് പാനിലാണോ റൈസ് വെക്കുന്നത് അതിലാണ് കുറച്ചുകൂടെ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഗ്രാമ്പൂ പട്ടയും അതുപോലെ ബേ ലീഫും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ അരച്ച കൂട്ടുണ്ടല്ലോ അതുകൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ റൈസ് നമ്മൾ ഊറ്റി വെച്ചതുണ്ടായിരുന്നു അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ബസ്മതിക്ക് നമ്മൾ 1.5 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. കാരണം നമ്മൾ അരച്ചെടുത്തപ്പോൾ അതിലും കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനത് വേറൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് റൈസൊക്കെ വെള്ളം വറ്റി വരുമ്പോൾ നമ്മുടെ ആ ചിക്കനും കൂടെ അതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ടിട്ട് കുറച്ച് നേരം കൂടെ വയ്ക്കാം. എന്നിട്ട് ഇതിന് ലാസ്റ്റായിട്ട് കുറച്ച് ഫ്രഷ് ക്രീമും അതുപോലെ മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് വിളമ്പി കഴിച്ച് നോക്കിയോളൂ കേട്ടോ. അപ്പം ഇഷ്ടപ്പെട്ടാലേ ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.